എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൽക്ക് രാജ് ആനന്ദിൻ്റെ കൂലി എന്ന ഫിക്ഷനാണ്. അതിനു മുന്നേ നമുക്ക് മുൽക്ക് രാജ് ആനന്ദിനെ പറ്റിയിട്ടൊരു ഷോർട്ട് ബയോഗ്രഫി നോക്കാം. 1905 ഡിസംബർ 12 പാകിസ്ഥാനിലെ പേഷ്വാറിലായിരുന്നു ജനനം. ഒരു പഞ്ചാബി ഹിന്ദു ഫാമിലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇന്ത്യയിലെ പഠനമെല്ലാം കഴിഞ്ഞ് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിൽ പഠിച്ചിരുന്നു. പിന്നീട് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലും വിദ്യാഭ്യാസം നടത്തിയിരുന്നു. പ്രസിദ്ധമായ കൃതികൾ അൺടച്ചബിൾ, കൂലി, ടു ലീവ്സ് ആൻഡ് എ ബഡ്, ദി വില്ലേജ്, അക്രോസ് ദി ബ്ലാക്ക് വാട്ടേഴ്സ് ഇതൊക്കെയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം സാമൂഹിക ബോധ്യങ്ങൾ ഉണർത്തിയതുകൊണ്ട് വ്യാപകമായ അംഗീകാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. സാഹിത്യ അക്കാദമി അവാർഡ്, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2004 ഒക്ടോബർ 28 മഹാരാഷ്ട്രയിലെ പൂനെയിൽ അദ്ദേഹം അന്തരിച്ചു. കൂലി എന്ന നോവലിൽ മെയിൻ ക്യാരക്ടറായി വരുന്നത് മുന്നോ എന്നൊരു കഥാപാത്രമാണ്. 12-13 വയസ്സായിട്ടുള്ളൊരു കുട്ടി കാംഗ്ര ഹില്ല് ബിലാസ്പൂരിലാണ് ജനിച്ചു വന്നിരുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവൻ ജീവിച്ചു വന്നിരുന്നത്, ഇത്രയും വയസ്സ് വരെ ജീവിച്ചു വന്നിരുന്നത് അവൻ്റെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കൂടെയായിരുന്നു. തുടർന്ന് അവർക്ക് ഭയങ്കര ബാധ്യതയായി തുടങ്ങി ഇവനെ നോക്കാൻ വേണ്ടിയിട്ടായിട്ട്. അങ്ങനെ ഇവർ ഫോഴ്സ്ഫുള്ളി ആ കുട്ടിയുടെ അടുത്ത് പറയാണ്, നീ സ്വയം നിന്നെ തന്നെ നീ നോക്കേണ്ടതായിട്ട് വരും, ഞങ്ങൾക്ക് ഇനി നിന്നെ നോക്കാനായിട്ട് സാധ്യമല്ല, നീ മറ്റൊരു തൊഴിലേക്ക് പോയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാം, ഇനി ഞങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് നിനക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ 12-13 വയസ്സായിട്ടുള്ള ഈ ഒരു കുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഈ അങ്കിൾ മുഖേന അവനൊരു ജോലി ശരിയാവാണ്. ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാബു നാഥോ റാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീട്ടിലൊരു സെർവൻ്റായിട്ട്. വെറും 3 രൂപയ്ക്കോ അങ്ങോട്ടായിരുന്നു 3 രൂപയ്ക്കായിരുന്നു അവൻ അവിടെ സെർവൻ്റായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കിട്ടുന്ന 3 രൂപ ഇയാളുടെ അങ്കിള് വാങ്ങിക്കൊണ്ട് പോകും. അവിടുത്തെ ഒരു ജീവിതം ഇവന് വളരെ കഷ്ടേറിയതായിരുന്നു. ഭയങ്കര ക്രൂവലായിട്ടായിരുന്നു ഈ ബാബു നാഥോ റാമിൻ്റെ വൈഫ് ഇവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഈ ബാബു നാഥോ റാമിൻ്റെ ഒരു ബ്രദറുണ്ട്, ഡോക്ടർ പ്രേംചന്ദ്. അയാൾ മാത്രമാണ് നല്ലൊരു രീതിക്ക് ഇവൻ്റെ അടുത്ത് പെരുമാറി വന്നിരുന്നുള്ളൂ. പിന്നീട് ഈ ഒരു നോവലിൽ കൂടുതൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷിൻ്റെ കൺട്രോളിലായിരുന്ന ഒരു സമയത്തായിരുന്നു ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു നോവൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യയിലത്തെ ആൾക്കാർക്ക് തന്നെയായിട്ട് ബ്രിട്ടീഷേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ രീതികൾക്കൊക്കെ ആയിട്ട് ഹൈപ്പ് ചെയ്ത് അവരുടെ പിന്നാലെ നടന്ന് ഇതൊക്കെ പ്രൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു ബാബു നാഥോ റാം. ഈ ഒരു നോവലിൽ ബാബു നാഥോ റാം അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഒരിക്കൽ അയാളുടെ ആ ബാങ്കിലേക്ക് മിസ്റ്റർ ഇംഗ്ലീഷ് എന്ന് പേരുള്ള ഒരാൾ വരാണ്. ബ്രിട്ടീഷുകാരനാണ് കേട്ടോ അയാൾ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ഒരു ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ ഇന്ത്യക്കാരുടെ ഒക്കെ ഒരു ഓഫീസിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഇരിക്കെ ഇയാളുടെ ബ്രദർ ഉണ്ടല്ലോ പ്രേംചന്ദ്, ബാബു നാഥോ റാമിൻ്റെ ബ്രദർ ഡോക്ടർ പ്രേംചന്ദ്, അയാൾ ഈ മിസ്റ്റർ ഇംഗ്ലീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ പഠനം തുടരാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും നിങ്ങൾ ബ്രിട്ടനിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് അങ്ങനെ ഇയാൾ ചോദിക്കുമ്പോൾ ഈ മിസ്റ്റർ ഇംഗ്ലീഷ് പറയാണ് അയാൾക്ക് അതിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. അപ്പോൾ അതിലൂടെ നമുക്കിതിൽ അവർക്ക് മനസ്സിലാവാണ് ഇയാളൊരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഇങ്ങനെ പ്രേസ് ചെയ്ത് കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ അങ്ങനെ ഒരു ആൾക്കാരേ അല്ല. നമുക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ഇംഗ്ലീഷുകാർ ഭയങ്കര അറിവാണ്, വലിയൊരു സംഭവമാണെന്നൊക്കെ. പക്ഷേ ഈ ഒരു കാര്യത്തോടെ നമുക്ക് മനസ്സിലാവാണ്, അയാൾ മുഖേന മനസ്സിലാവണം അതൊന്നും ഒരു കാര്യമല്ലാന്ന്. അത് ഈ ഒരു നോവലിൽ ഒരു മെയിൻ ഇൻസിഡൻ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുന്നൂൻ്റെ കയ്യിൽ നിന്നൊരു ഫോൾട്ട് പറ്റാണ്. ഈ നാഥോ ബാബു റാമിൻ്റെ മകൾ ഷീലയ്ക്ക് ഒരു പരിക്ക് പറ്റാണ് മുന്നൂൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ബാബു നാഥോ റാമിൻ്റെ വൈഫ് മുന്നൂനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അവിടുത്തെ ഹറാസിങ് അവന് സഹിക്കാൻ പറ്റാതെ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാണ്. പിന്നീട് അവൻ എത്തുന്നത് ദൗലത്പൂർ എന്നൊരു സ്ഥലത്താണ്. അവിടെ പ്രഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ അവനവിടെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രഭയ്ക്കും പ്രഭയുടെ വൈഫിനും മുന്നൂനെ ഭയങ്കര അധികം ഇഷ്ടമാവുകയും അവൻ്റെ അടുത്ത് ഭയങ്കര ഒരു കൈൻഡ്നെസ് തോന്നി അവരുടെ പിക്കിൾ ഫാക്ടറിയിൽ ഇവനൊരു ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പിക്കിൾ ഫാക്ടറി എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തം അല്ല, കോ പാർട്ട്ണറായിട്ട് മറ്റൊരാളും കൂടി ഉണ്ട്, ഗണപത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. അതിന് മുന്നേ വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്,
സർ തോദർമാൾ എന്ന് പറഞ്ഞിട്ട് ആടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഈ പിക്കിൾ ഫാക്ടറി ഉണ്ടല്ലോ, പ്രഭയുടെ പിക്കിൾ ഫാക്ടറിയുടെ നൈബറായിട്ട് വരും അയാളൊരു സ്റ്റേ ഓർഡർ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കൊടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. പക്ഷേ അത് പ്രഭ അറിഞ്ഞിട്ട് അയാളിങ്ങനെ സോപ്പിട്ട് നിർത്തുകയാണ്. കാര്യം ഈ പിക്കിൾ ഫാക്ടറി അടച്ചു പൂട്ടാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ജാംസും പിക്കിൾസൊക്കെ ഇങ്ങനെ ആളെ ഇങ്ങനെ ഓഫർ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ നിർത്തുകയാണ്. ഈ തോദർമാളുടെ വീട്ടിലേക്കാണ് ഇങ്ങനെ സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അയാൾക്ക് ഇതിൻ്റേതായിട്ടുള്ള കുറച്ചധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളുടെ മുന്നോന് ഭയങ്കര കഷ്ടമേറിയിട്ടുള്ള ജോലിയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പിക്കിൾ ഫാക്ടറിയിൽ. അവന് പിന്നെ പിക്കിൾ ഫാക്ടറിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. ആ ഒരു 12-13 വയസ്സായിട്ടുള്ള കുട്ടിക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നീട് ഈ ഗൺപത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർട്ട്ണർ ഉണ്ടല്ലോ, ആള് ഈ പ്രഭേനെ ചതിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഈ പിക്കിൾ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടതായിട്ട് വരികയാണ്. പിക്കിൾ ഫാക്ടറി അടച്ചു പൂട്ടിയതോട് കൂടിയിട്ട് മുന്നോൻ്റെ ലൈഫിൽ ഇനി എന്തായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരാണ്. അങ്ങനെ അവൻ ഇവിടെ നിന്ന് വിട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവന് ഒരു എലിഫൻറ്റിനെയൊക്കെ കൊണ്ടുപോകുന്ന സർക്കസിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരാളെ പരിചയപ്പെടാണ്. അയാളുടെ വണ്ടിയിൽ കയറി ബോംബെയിലേക്ക് പോവാണ്. ബോംബെ എന്ന് പറയുമ്പോൾ ഇവന് വലിയൊരു പ്രതീക്ഷ ഉണരാണ് കേട്ടോ. കാരണം ഒരുപാട് ഫാക്ടറീസ് ഉള്ള ഒരു സിറ്റി, ഒരുപാട് ജോലീസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ തവണകളിൽ വർക്ക് ചെയ്ത പോലെ വെറും 3 രൂപയോ അല്ലെങ്കിൽ ചെറിയൊരു തുകയ്ക്ക് ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുമോ, 15 രൂപയോ അല്ലെങ്കിൽ 30 രൂപയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ എനിക്ക് കിട്ടിയേക്കാം. അവിടെ എത്തുമ്പോഴായിരിക്കും എൻ്റെ ഭാഗ്യം തെളിഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവൻ വണ്ടിയിലിരുന്ന് ആലോചിക്കുകയാണ്, ബോംബെ ഡ്രീം ചെയ്തിട്ട്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ബോംബെയിലെത്തുമ്പോൾ കാണുകയാണ് ഈ കൂലീസ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും എവിടെ ചെന്നാലും സെയിം രീതിയിലാണ് ട്രീറ്റ് ചെയ്യണമെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് ഒരു സ്ഥലം പോലും ഇല്ല കിടന്നുറങ്ങാനായിട്ട്. സ്ട്രീറ്റിലൊക്കെ ഇട്ടായിരിക്കും അവർ കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പോൾ അതിലൂടെ അവൻ മനസ്സിലാക്കുക ഈ ഒരു കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഭാഗത്തിന് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഇങ്ങനൊരു പരിഗണന മാത്രമേ സൊസൈറ്റി കൊടുക്കൂ എന്നുള്ളത്. അങ്ങനെ സർ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വൈറ്റ് കോട്ടൺ മില്ല് ഇവനൊരു ജോലി കിട്ടാണ്. അവിടെ എത്തിയിട്ട് രതൻ എന്ന് പറഞ്ഞ ഒരാളെ മീറ്റ് ചെയ്യാണ്. അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെസ്ലറാണ്, ഒരു ഗുസ്തിക്കാരനാണ്. പിന്നെ ഒരു മെമ്പർ ഓഫ് വർക്കേഴ്സ് യൂണിയൻ്റെ ഒരു മെമ്പറുമാണ് അയാൾ. അങ്ങനെ അയാളായിട്ട് നല്ലൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ ആവാണ്. അയാൾ വലിയൊരു എന്താ പറയുക, ഒരു പവർ തന്നെയായിരുന്നു മുന്നൂന്. കാരണം ബോംബെ ഇത്രയും വലിയൊരു സിറ്റി, അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തൊരു കുട്ടിയായിരുന്നു മുന്നു. അപ്പോൾ രതൻ പറഞ്ഞു കൊടുത്ത അറിവുകൾ മാത്രമേ ബോംബെനെ പറ്റിയിട്ട് മുന്നോയ്ക്കുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഒരു സ്ട്രൈക്ക് നടക്കുന്ന ഇടയിൽ ഈ രതൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കാണാതെ ആവാണ്. അതോട് കൂടിയിട്ട് നമ്മുടെ മുന്നു ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആവുക. അതിനുശേഷം ആ വലിയൊരു സിറ്റിയിൽ ആരും അറിയാതെ ഒന്നും അറിയാതെ നമ്മുടെ മുന്നു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ മിസ്സിസ് വാണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ കാറ് വന്ന് മുന്നൂനെ ഇടിക്കുകയാണ്. അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് ആ ഒരു ലേഡി മുന്നൂന് ഒരു ജോബ് ഓഫർ ചെയ്യണം, ഒരു സെർവൻ്റ് ആയിട്ടുള്ള ജോബ് ഓഫർ ചെയ്യാണ്. അങ്ങനെ അവർ സിംല എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അവിടെ എത്തിയിട്ട് ഈ മിസ്സിസ് മെയിൻ വാണിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാരക്ടർ എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രിട്ടീഷ് ആൻസിസ്ട്രി ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ലേഡി. പിന്നെ ഒരു ബ്രിട്ടീഷ് നേറ്റീവ് ആവാനായിട്ട് ആ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് ഒരു ബ്രിട്ടീഷ് സോൾജറിനെയാണ് വിവാഹം ചെയ്തിരുന്നത്. അവിടെ എത്തിയിട്ട് വളരെ നല്ല രീതിയിലായിരുന്നു മിസ് മെയിൻ വാണിംഗ് മുന്നോനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നാൾ അവൻ അനുഭവിച്ചിട്ടുള്ളതെന്നൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു ജീവിതമൊക്കെ ആയിരുന്നു അവിടെ എത്തിയിട്ട്. പിന്നെ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങൾ കൊണ്ടൊക്കെ മുന്നോന് ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞിട്ടൊരു രോഗം പിടിപെടാണ്. അവിടെ എത്തിയിട്ട് അവൻ 15ാമത്തെ വയസ്സിൽ അവിടെ എത്തി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മുന്നോൻ്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ബാലവേല എന്നൊക്കെ പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അന്നുണ്ടായിരുന്നു. ഈ മുന്നൊക്കെ അതിനൊരു വിക്റ്റിമായിട്ട് നമുക്ക് ഈ ഒരു നോവലിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ കൂലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം, ഈ കൂലി മോസ്റ്റ്ലി ഉണ്ടായിരുന്നത് ബാക്ക്വേർഡ് കാസ്റ്റേഴ്സൊക്കെ ആയിരുന്നു, കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നാളിങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ട്. എവിടെ ചെന്നാലും
ആ സൊസൈറ്റി അവരെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ട് തന്നെയായിരുന്നു. അതിൽ നമ്മൾ ഈ മുന്നുവിൻ്റെ ഈ സ്റ്റോറിയിൽ കൂടെ നമ്മൾ കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആ കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കിയത് വരെ ആ സൊസൈറ്റിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും.